നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന തേയിലയുമായിട്ട് ഒരു കടയിൽ ചെല്ലുന്നു. കടക്കാരനോട് നമ്മൾ ചോദിക്കുന്നു തേയില വേണോന്ന്. ഉടനെ കടക്കാരൻ നമ്മളോട് തിരിച്ചൊരു ചോദ്യം, കിലോ എത്രയാ വില? ഈ ഒരു ചോദ്യത്തിൽ സത്യത്തിൽ നമ്മൾ പതറിപ്പോകുക ചെയ്യണം. ഇതുണ്ടാവാതിരിക്കാൻ നമ്മൾ കുറച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെ? ഹോൾസെയിൽ ലൂസ് തേയില ബിസിനസ്സിലൂടെ വരുമാനം നേടാനായിട്ട് സാധിക്കുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. പല പല വീഡിയോസിലൂടെ ഞാൻ അത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. വളരെയധികം വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കും വളരെയധികം വീട്ടിൽ ഇരുന്ന് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വരുമാന മേഖലയാണ് ഹോൾസെയിൽ ലൂസ് തേയില ബിസിനസ് വ്യാപാരം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു 5 കിലോ തേയിലയുമായിട്ട് നമ്മളൊരു കടക്കാരനെ ചെന്ന് സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യമേ കൂട്ടി നമ്മൾ മനസ്സിലേക്ക് വിചാരിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ 5 കിലോക്ക് നമുക്ക് ശരാശരി എത്ര രൂപ കിട്ടണം എന്നുള്ളത് നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവണം. അപ്പൊ നമ്മള് കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവര് നമ്മളോട് എത്രയാ വില എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് വിലയ്ക്ക് കൊടുക്കും എന്ന് അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വെപ്രാളം കാണിക്കുമ്പോൾ ആ കടക്കാരൻ അവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് വില എന്നുള്ളത് ഇദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല. അപ്പൊ ഇദ്ദേഹത്തിനോട് എത്രത്തോളം വില കുറയ്ക്കാൻ പറഞ്ഞാലും ഒരു പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വില എനിക്ക് കുറച്ച് കിട്ടും എന്നുള്ളത്. അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിൽ വ്യക്തമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന് നമ്മൾ എത്രത്തോളം വിലക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, 5 കിലോ തേയില, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 5 കിലോ തേയിലയാണ് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപ, 200 രൂപ കിലോക്ക് വെച്ച് ഒരു 1000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിലും നിങ്ങൾ 210 രൂപയായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ 1 കിലോയുടെ വില വരേണ്ടത്. നിങ്ങൾ ആ ഒരു പ്രൈസ് 200 ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് 210 ഞാൻ പറഞ്ഞെങ്കിൽ മാത്രമേ എന്റെ ബിസിനസ് വിജയിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കടക്കാരനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. 210 രൂപയാണ് 1 കിലോ തേയിലയുടെ വില എന്നുള്ളത്. കടക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു, നമുക്ക് വെപ്രാളവും കാര്യവും ഇല്ല അവർ വില ചോദിക്കുമ്പോൾ. ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കേണ്ടത് തേയില വേണോ? ലൂസ് തേയില, നല്ല ക്വാളിറ്റിയുള്ള തേയില. നമ്മൾ വളരെയധികം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള തേയിലയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള പരിസരങ്ങളിലെല്ലാം നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് അവരോട് പറയണം. എന്താണെന്നറിയാമോ? അതൊരു ട്രിക്കാണ്. മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ അവരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ പരിസരങ്ങളിലെല്ലാം നമ്മളിപ്പോ തേയില കൊടുക്കുന്നുണ്ട്, അപ്പൊ ഇവിടെ വേണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ ആ ഒരു കടക്കാരന്റെ ഉള്ളിൽ ഒരു തോന്നൽ വരുന്നത് എന്താണെന്നറിയാമോ? ഓ, ഈ ഏരിയകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ഇവര്, അപ്പൊ ഇവരുടെ തേയില നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണമല്ലോ. അപ്പൊ ഇത്രയും നാള് ഞാൻ എടുത്തോണ്ടിരുന്നവരെ തേയിലേനേക്കാളും ചിലപ്പോൾ ഒരു പക്ഷെ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും വ്യത്യാസം കാണും, ക്വാളിറ്റിയിലോ വിലയിലോ വ്യത്യാസം കാണും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവും. അപ്പൊ അവര് നമ്മളോട് ഉടനെ ചോദിക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു വിലയുടെ കാര്യം ചോദിക്കുന്നത്. നമ്മൾ പറയുന്നു 210 1 കിലോ വില എന്ന് പറയുന്നത്. ഈ 210 നിങ്ങൾ വില പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കടക്കാരൻ നിങ്ങളുടെ അടുത്ത് എന്നാ ശരി ഒരു 5 കിലോ വെച്ചോ എന്ന് നിങ്ങളോട് പറയത്തില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താ? എനിക്ക് 200 വെച്ച് 1000 എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ എന്നാൽ ഇത് നമ്മൾ ഒരു സ്വർണ്ണ കച്ചവടം പോലെ നമ്മൾ ചെന്നിട്ട് നേരെ ചെന്ന് വില പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ പറയുന്ന വിലയ്ക്കൊന്നും അത് വിറ്റ് പോകത്തില്ല. തുണിക്കച്ചവടം പോലെയാണ്, നമ്മൾ ബാർഗൻ ചെയ്യില്ലേ, കുറയ്ക്കുന്ന പറയണത് പോലെ ഇതും കടക്കാർ ചെന്ന് കഴിയുമ്പോഴേക്കും കുറയ്ക്കാനായിട്ട് അവർ ആവശ്യമാണ്. കാരണം അവരുടെ ഒരു വിചാരമുണ്ട്, അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇത് നമുക്ക് പിന്നെയും കുറച്ച് കിട്ടും എന്നുള്ളത്. അപ്പൊ അവരുടെ ആ ഒരു വിശ്വാസം അത് അങ്ങനെ മനസ്സിൽ കയറിക്കിടക്കുന്ന ഒരു ധാരണയാണ് അവർക്ക് അവരാ പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആ കടക്കാരനോട് പറയുക 210 കിലോക്ക് വില. അപ്പൊ അവര് പറയും, ഉള്ളിൽ അവര് ചിന്തിക്കും, ഒരു 5 രൂപയും കൂടെ കുറച്ചിട്ട് ഇവരോട് ഒന്ന് വെക്കാൻ പറഞ്ഞു നോക്കാം. ഇതിനു മുമ്പ് വെച്ചോണ്ടിരുന്ന പാർട്ടി നമുക്ക് 205 രൂപയ്ക്കാണ് തന്നോണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള തേയില തന്നെയാണ്. അപ്പൊ 205 മതി, അല്ലെങ്കിൽ അതിൽ കൂടി ഒന്നും വേണ്ട നമുക്കൊന്നും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾ പറയാണ് 205 എന്ന് പറയുമ്പോഴത്തേക്കും മേടിച്ച ആ ഒരു നമ്മുടെ മുതൽകാശ് പോലും കിട്ടിയല്ല. എന്തായാലും ആദ്യത്തെ കച്ചവടമാണല്ലോ, ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ആദ്യത്തെ കച്ചവടം ആയതുകൊണ്ട് എന്തായാലും സന്തോഷം, കുഴപ്പമില്ല, നമുക്കൊന്നും കിട്ടണമെന്ന് നമ്മൾ നോക്കുന്നൊന്നുമില്ല. 205 205 ഉറപ്പിക്കാം. അപ്പൊ ഈ 1000 കിലോ, അപ്പൊ നിങ്ങൾ 1050 രൂപ 5 കിലോ തേയില കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇതിനകത്തുള്ള ആ ഒരു മെയിൻ കാര്യം എന്താണ്? നിങ്ങൾ 1000 രൂപയാണ് ലക്ഷ്യം വെച്ചിരുന്നത്, അല്ലെ? 200 രൂപ വെച്ച് 5 കിലോ കൊടുക്കുമ്പോൾ 1000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ലക്ഷ്യം വെച്ചത്. പക്ഷെ നിങ്ങൾ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അത് എന്തായി? 1050 രൂപ കിട്ടി. പക്ഷെ ഇത് എല്ലായിടത്തും കിട്ടിക്കൊള്ളണമെന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
ഈ ഒരു എമൗണ്ട്, അതായത് ഈ 1050 എന്നുള്ളത് എല്ലാ കടയിലും ഞാൻ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് 1050 കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചില കടകളിൽ നിങ്ങൾ വിചാരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആ ടാർഗറ്റ് പ്രൈസും മാത്രമായിരിക്കും. കാരണം ഈ 50 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു, നിങ്ങളുടെ ആ ഒരു സംസാരത്തിനും നിങ്ങൾ ആ കടക്കാരനോട് അത്ര നേരം ക്യാൻവാസ് ചെയ്തതിനും ആ പൈസ നിങ്ങൾക്ക് സൈഡായിട്ട് നിങ്ങൾക്ക് 50, 100 ഒക്കെ വെച്ച് 70 ഒക്കെ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വട്ടച്ചെലവ് കാര്യങ്ങൾക്ക് ഉപകരിക്കാനായിട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്. ഇപ്പൊ വീട്ടമ്മമാരും യുവതി യുവാക്കൾക്ക്, അപ്പൊ നമ്മൾ വീട്ടിലിരുന്നാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ സാധാരണഗതിയിൽ ആരെങ്കിലും നമ്മളെ സമീപിച്ചിട്ട് നമ്മളോട് തേയില വേണം എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയാമോ? അവരുടെ അടുത്ത് പറയണം. അവർ ഇങ്ങോട്ട് പറയില്ല, എന്താ വരാമെന്ന് ചോദിക്കത്തില്ല. അതിന് പകരമായിട്ട് തേയില വേണം എന്നായിരിക്കും. കാരണം നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുമ്പോ അവർ കൂടുതൽ നമ്മളോട് കുറയ്ക്കൊന്നും പറയത്തില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് തേയില കൊണ്ട് ചെന്ന് കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് അവര് നമ്മളോട് പറയുന്നത് വില കുറയ്ക്ക്, ഈ തേയില എവിടെ നിന്നാണ്, ഇത് ഏതാണ് ബ്രാൻഡ്, ഏതാണ് ക്വാളിറ്റി, ഏതാണ് ഗ്രേഡ്, ഈ വക കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ തേയിലയെ കൊണ്ട് ചെല്ലുമ്പോഴാണ്. അതേസമയം നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ 10 പ്രാവശ്യം ഒരു ആൾക്ക് കൊടുത്ത് ഇത് റെഗുലർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കടക്കാരൻ തിരിച്ച് നിങ്ങൾ അവരെ സമീപിക്കാതെ നിങ്ങളുടെ അടുത്ത് വന്ന് തേയില എടുക്കാനായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ല, അവര് പിന്നെ നിങ്ങളോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. സ്ഥിരമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വിലയ്ക്ക് മേടിച്ചുകൊണ്ട് അവരങ്ങോട്ട് പോകും. അതാണ് ഈ ലൂസ് തേയിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 5-6 മാസമൊക്കെ ഇരുന്നാലും തേയില എന്ന് പറയുന്ന സാധനം കേടായി പോകുന്ന ഒരു സാധനമൊന്നുമല്ല. പച്ചക്കറിയും മറ്റു സാധനങ്ങളും പോലെയൊന്നുമല്ല ഈ ലൂസ് തേയില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലെ വീട്ടമ്മമാരൊക്കെ തേയില ആരെങ്കിലും മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഒക്കെ കിട്ടുമോ, നല്ല ക്വാളിറ്റിയാണ് അതൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം നല്ല ക്വാളിറ്റിയാണ്, നമ്മളിവിടെ ഒരു ആഴ്ചയിൽ ശരാശരി ഇത്രയും കിലോ പോകും. നിങ്ങൾ ഒരു 20 കിലോ ആണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിലും നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആഴ്ചയിൽ ശരാശരി ഒരു 40-50 കിലോക്ക് മുകളിൽ എനിക്ക് പോകുന്നുണ്ട്, ഞാൻ എല്ലാ ആഴ്ചയിലും ഓരോരോ ബോക്സ് വെച്ച് ഞാൻ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇതായിരിക്കാം നിങ്ങൾ കച്ചവടം ഇല്ലെന്നുള്ളത്. നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് നിങ്ങൾക്ക് ഇപ്പൊ കച്ചവടം കുറവായിരിക്കും, കാരണം നിങ്ങൾ തുടങ്ങി വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കച്ചവടം കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ കച്ചവടം ഇങ്ങനെ ഗ്രോ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് മറ്റൊരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കച്ചവടമൊക്കെ എങ്ങനെയാണ്, കുറവാണോ എന്ന് ചോദിക്കും. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ പറയുന്നത് എനിക്ക് കച്ചവടം ഇല്ലെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ അവിടെ വില കുറച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് കച്ചവടമൊന്നും ഇല്ല, എനിക്ക് എന്റെ കയ്യിലിരിക്കുന്ന തേയില മേടിക്കാനൊന്നും ആരും ഇല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ. അപ്പൊ അതെന്താവരുത്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അറിയുമോ? നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, 10 കിലോ നിങ്ങൾ വിറ്റില്ലെങ്കിലും നിങ്ങൾ അവരോട് പറയാം 25 കിലോയുടെ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പൊ ആ ഒരു 25 കിലോ എനിക്ക് പോയി എന്നാണ് പറയാം. അതോടൊപ്പം തന്നെ എന്റെ സഹോദരിമാര് വീട്ടമ്മമാരൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തേയില മേടിക്കാൻ വരുമ്പോൾ അവർ തേയില വാങ്ങിയാലും അവരോട് ആ ഒരു 200 ഇട്ടാണ് അമ്മമാര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ചേച്ചിമാര് സഹോദരിമാര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും മനസ്സിലാക്കിയിരിക്കണം, അവരുടെ അടുത്ത് അങ്ങോട്ട് പറയുക അവര് തേയില വാങ്ങി ആ ഒരു 200 ഇട്ട് നമുക്ക് ആ ഒരു പൈസ, ഇപ്പൊ 1 കിലോ തേയിലയാണ് നമ്മളോട് വാങ്ങിച്ചതെങ്കിൽ ആ 1 കിലോക്ക് 200 രൂപ നമ്മൾ വാങ്ങിക്കുന്നു. 200 രൂപ വാങ്ങിച്ചിട്ട് അവർ പോകുന്നതിന് മുമ്പായിട്ട് പറയാ 210 വെച്ചാണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്, ഞാൻ 200 വെച്ചേ എടുത്തുള്ളൂ കേട്ടോ എന്നുള്ളത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു മനസംതൃപ്തിയാണ്. ഏത്, ഓ 210 വെച്ചാണ് ആ ചേച്ചി കൊടുക്കുന്നത്, പക്ഷെ എനിക്ക് 200 വെച്ച് കിട്ടി എന്നുള്ളത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മറ്റൊരാളുടെ അടുത്ത് പോയി പറയും ഇത് ഇല്ല, ആ സ്ഥലത്ത് പോയി തേയില മേടിക്കണം കേട്ടോ, ആ ഒരു ചേച്ചിയുടെ തേയില നല്ല ക്വാളിറ്റിയാണ്, ആണോ നല്ല ബ്രാൻഡുള്ള നല്ല ക്വാളിറ്റിയുള്ള തേയിലയാണ് ആ ചേച്ചി വിൽപ്പന നടത്തുന്നത്. അപ്പൊ ഇത് കേട്ട് ആളുകൾ ഒരുപാട് പേര് നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ഈ ലൂസ് തേയില വാങ്ങിക്കാനായിട്ട് സാഹചര്യം ഉണ്ടാവുന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു തേയില നമ്മൾ 5 കിലോ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു വില മാത്രമല്ല നിങ്ങൾ പറയേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ 205 രൂപയ്ക്ക് അവർ വെക്കാൻ പറഞ്ഞ് നമ്മൾ അവിടെ കൊടുത്തു. അടുത്ത കടയിൽ നിങ്ങൾ ചെല്ലുമ്പോ അവര് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇല്ല 210 ഒന്നുമില്ല, അത്രയും വിലയൊന്നും കാണത്തൊന്നുമില്ല, എനിക്കിവിടെ വെച്ചുകൊണ്ടിരുന്നത് അതിലും കുറച്ചാണ്, 190 രൂപയ്ക്കാണ് എനിക്ക് ഇവിടെ തേയില കിട്ടുന്നത്, നിങ്ങൾ ഈ പറയുന്ന 210 എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. അപ്പോഴാണ് നിങ്ങൾ അടുത്ത കാര്യങ്ങൾ നടക്കുന്നത്. 190 190 ചിരിച്ചോളൂ, ഒരു ചെറിയ പുഞ്ചിരിയോടെ, ഓ 190 എന്റെ ചേട്ടാ 190 അല്ല 150 രൂപ തൊട്ട് വേണമെങ്കിൽ ഞങ്ങൾ തേയില എടുത്തു തരാം ചേട്ടന്, ഞങ്ങളെ കൊണ്ട് സാധിക്കും. 150 രൂപയ്ക്ക് ചേട്ടൻ തേയില വേണോ, 150 രൂപയുടെ തേയില ഞങ്ങൾ കൊണ്ടുവന്ന് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ ഈ തേയിലയിൽ ഒരു അല്പം സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് അവർ ചെക്ക് ചെയ്ത് നോക്കി അതിനകത്ത് അയണിന്റെ കണ്ടന്റ് ഒക്കെ കൂടുതലാണെന്നൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം അതോടെ പൂട്ടി. അപ്പൊ ഇത് പറയുമ്പോ തന്നെ ആ ഒരു കടക്കാരന്റെ മനസ്സിലേക്ക് കയറുകയാണ്, ഈശ്വര ഞാനപ്പോ ഇത്രയും ദിവസം എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു തേയിലയുടെ ക്വാളിറ്റി ഒക്കെ ഇതായിരുന്ന, ഇനി നാളെ ഇവര് പറഞ്ഞതുപോലെ നാളെ ആരെങ്കിലും വന്ന് എന്നെ സമീപിച്ച് എന്റെ തേയില എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ
എന്റെ കച്ചവടം തീർന്നതോടെ. ഇത് ആ ഒരു കടക്കാരന്റെ ഉള്ളിലേക്ക് അപ്പൊ തന്നെ കയറി വരിക. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ ഇത് പറയണം. അപ്പൊ ഇത് പറയുമ്പോ ആ ഒരു കടക്കാരന്റെ ഈ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഈ ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉപഭോക്താക്കൾക്ക് കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മികച്ച ക്വാളിറ്റിയുള്ള തേയില തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കണം. ഞാൻ എന്റെ വീഡിയോയിലെല്ലാം പരിചയപ്പെടുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലകളാണ്. എന്റെ പ്രേക്ഷകർക്ക്, എന്റെ കുടുംബാംഗങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള തേയിലകളാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തി വിടുന്നത്. നിങ്ങൾ ഇതുപോലുള്ള ബ്രാൻഡ് തേയില കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, അവര് നിങ്ങൾ 210 പറഞ്ഞ ആ ഒരു വില അവർക്ക് ഒക്കുന്നില്ല. അവർ പറയണത് 190 രൂപയ്ക്ക് എനിക്ക് തേയില കിട്ടും. ഈ ഒരു 190 രൂപയുടെ തേയില എനിക്ക് കൊടുത്തിട്ട് ഒരു ചായക്കടക്കാരനും കംപ്ലൈന്റ് ഇല്ല, നല്ല ഊറ്റ് കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ നല്ല കടുപ്പം കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നിങ്ങൾ. ഉടനെ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞിട്ട് വേണ്ടല്ലേ, എന്നാ ശരി, എന്നാ കുഴപ്പമില്ല ഏട്ടാ, ശരി എന്നാ ശരി, അല്ല ചോദിച്ചെന്നുള്ള ചേട്ടാ അങ്ങനെ 190 എടുത്തോ ഏട്ടാ, ശരി എന്നാ. അങ്ങനെ അവിടെ തിരിഞ്ഞു പോകുകയല്ല ചെയ്യേണ്ടത്, അവരുടെ മനസ്സിലേക്ക് ഒരു ഇൻഡിട്ട് കൊടുക്കുക, അല്ലെ? ഇൻഡിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ 190 160 150 രൂപ, ഇനി 140ന്റെ തേയില വരെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതെടുത്ത് ഞാൻ ചേട്ടന് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ അത് ചേട്ടനോട് ഞാൻ ചെയ്യണ ഒരു ചതിയാണ്. കാരണം ചേട്ടന്റെ കച്ചവടം ഇന്നല്ലെങ്കിൽ നാളെ പയ്യെ പയ്യെ ക്ഷയിച്ചുകൊണ്ടിരിക്കും. ആളുകള്, ഒരാള് ചിലപ്പോ വന്ന് മേടിക്കും, രണ്ടാമത്തെ ആള് വന്നു കഴിയുമ്പോ അവൻ ആ തേയിലയുടെ ക്വാളിറ്റി കൊള്ളില്ലെന്ന് പറയുമ്പോ അവൻ ചിലപ്പോൾ മേടിക്കില്ല. അതല്ലെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും വന്ന് ഈ തേയില ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഫുഡ് ആൻഡ് സെറ്റിക്കാരെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും മായമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ ഈ 150 രൂപയ്ക്ക് ചേട്ടന് കിട്ടിയത് എത്ര, അതിന്റെ 10 ഇരട്ടി ചേട്ടൻ ചിലപ്പോൾ ഭീമമായിട്ടുള്ള ഫൈൻ അടക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ ഇനി ഞാൻ ഇത് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ല, ഞാനിത് വളരെ അന്തസ്സോടെ കൂടി വളരെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു തേയില വിൽക്കുന്നത്. ഞാൻ ഈ തേയിലയിൽ നിന്ന് 5 രൂപയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ 5 രൂപ ഞാൻ ഏറ്റവും മികച്ച ക്വാളിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ചേട്ടാ ഞാൻ ഈ ഒരു തേയില വിൽപ്പന നടത്തുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ അവരോട് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അപ്പൊ തന്നെ തോന്നുവാണ്, ഇവനെ വിശ്വസിക്കാം, ഇവൻ നല്ല 100% ക്വാളിറ്റിയുള്ള തേയില തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും അവര് നിങ്ങളോട് പറയും തേയില വെക്കെന്ന് പറയും. ഇനി അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ 10 കിലോ എടുത്തു വെച്ച പഴയ ആൾക്കാർ കൊണ്ടുവന്ന് കൊടുത്ത 10 കിലോ തേയില അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയില്ല ഈ ആഴ്ച വെക്കണ്ട എന്ന് പറയും. കാരണം നമ്മളോടൊക്കെ ഞാനൊക്കെ അങ്ങനെയാണ് ചെല്ലുമ്പോഴത്തേക്കും പറയണത്, ഇപ്പൊ തേയില ഇരിപ്പുണ്ട്, എന്നാലും അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നിങ്ങൾ കയറണം, തേയില അടുത്ത ആഴ്ച എടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച കറക്റ്റ് ആയിട്ട് അവിടെ ചെല്ലുക. അപ്പൊ നമ്മൾ ഒരു കാര്യമുണ്ട്, അവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ചേട്ടന്റെ നമ്പർ ആണെങ്കിലും ചേച്ചിയാണ് കടയിലിരിക്കുന്നത് ചേച്ചിയുടെ ആണെങ്കിലും നമ്പർ മേടിക്കുക, കടയുടെ ഒരു പേര് നമ്മളൊരു ബുക്കില് നമ്മുടെ ഫോണിലെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കറക്റ്റ് ആയിട്ട് ചെല്ലുക, അവര് നമ്മളെ വിശ്വസിച്ച് തേയില എടുക്കും. ആ തേയില എടുക്കുമ്പോൾ നമ്മൾ 100% ക്വാളിറ്റിയുള്ള തേയില അവിടെ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്ന വീട്ടമ്മമാർക്ക് പോലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ജോലി മേഖലയാണ് ഹോൾസെയിൽ ലൂസ് സെയിൽ ബിസിനസ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. എന്റെ പ്രേക്ഷകർ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് ബിസിനസ് കാര്യങ്ങളുണ്ട് ലോകത്ത്, അല്ലെ? ഒരുപാട് ബിസിനസ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ഭയം, ഒരു പേടി, അല്ലെ? ഈ ഒരു പേടി എന്ന് പറഞ്ഞാൽ, ഞാനിത് ചെയ്താൽ വിജയിക്കും, എന്നെ കൊണ്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ. എന്നാൽ ഈ ഒരു ടെൻഷനും വെപ്രാളവും പേടിയൊന്നും അല്ല വേണ്ടത്. മികച്ച ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പയ്യെ ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കി ആളുകൾ നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ തേയില വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. അല്ലാതെ ഒറ്റൊരു ദിവസം കൊണ്ട്, നേരെ ഒരു സൂര്യോദയത്തിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ എല്ലാ കടക്കാരും വന്ന് നമ്മളോട് തേയില എടുത്തോളണം എന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ക്വാളിറ്റി 10 പേര് അറിഞ്ഞു വരാനായിട്ട് സമയം എടുക്കുക. അപ്പൊ ആ 10 പേര് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ സമീപിച്ച് നിങ്ങളോട് തന്നെ തേയില വന്ന് വാങ്ങിക്കും എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ട ബ്രാൻഡഡ് തേയിലകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്റെ പ്രേക്ഷകർക്ക്. അപ്പൊ ആ ബ്രാൻഡുകളായിട്ടുള്ള തേയിലകൾ നിങ്ങൾക്ക് ഇനി ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ചെടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം വില കുറച്ച് കിട്ടാനായിട്ട്, അല്ലെ? നമുക്ക് ഏറ്റവും എവിടെയാണ് നമുക്ക് 5 പൈസ കുറയ്ക്കാനായിട്ട് പറ്റുക അവിടെ നമ്മൾ കുറച്ചെടുക്കാനായിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ അവിടെ ചെന്ന് ഇതേ നമ്മൾ കടക്കാരോട് ഉപയോഗിക്കുന്ന അതേ മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കണം നമ്മളൊരു തേയില വാങ്ങിക്കാൻ നമ്മളൊരു ഡീലറിനെ സമീപിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻ ഡീലർ നമ്മളെന്ന് പറയാണ് 205 രൂപയാണ് കേട്ടോ എന്ന് പറയുകയാണ്. ഉദാഹരണത്തിന് 1 കിലോ തേയില നിങ്ങളിപ്പോ പറയുകയാണ് 205, നമുക്ക് അത്രയും വിലക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അത്രയും വിലക്കൊന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് മേടിക്കില്ല. അവര് പറയണത് 190 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കടക്കാരോട് പറഞ്ഞ അതേ തന്ത്രം തന്നെയായിരിക്കും ഓപ്ഷൻ ഡീലർ നമ്മളോട് പറയുന്നത്. എന്താണെന്നറിയാമോ?
190-നൊക്കെ ഉണ്ട്, വേറെ ബ്രാൻഡൊക്കെ ഉണ്ട്. ആ ഒരു ബ്രാൻഡൊക്കെ വേണമെങ്കിൽ ആ ഒരു ബ്രാൻഡ് എടുത്ത് തരാം, പക്ഷെ അതൊക്കെ കംപ്ലൈന്റ്. അപ്പൊ നമ്മൾ പറയണം ഇല്ല, മികച്ച ക്വാളിറ്റിയുള്ള ഈ ഒരു തേയില തന്നെയാണ് അവര് വേറൊരു ഡീലറിനെ സമീപിച്ചപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് 202 രൂപയ്ക്കാണെന്ന് പറയും. അപ്പൊ ഈ ഡീലർ ഉടനെ ആ ഡീലറിന്റെ അടുത്ത് നിങ്ങൾ മേടിച്ചപ്പോ എത്രയായിരുന്നു? അവിടെ ഈ സെയിം ബ്രാൻഡ് തന്നെ 205. ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ ഇക്ക പറഞ്ഞ ഈ 205 എന്നുള്ളത് അവിടത്തെ ചോദിച്ചപ്പോഴത്തേക്കും 202 രൂപയ്ക്ക് കിട്ടുമെന്നാ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പൊ ഉടനെ ഇവര് അടുത്ത പ്ലേറ്റ് തിരിക്കും. ഇവരെന്താ പറയുന്നത് അറിയാമോ? അത് കഴിഞ്ഞ ആഴ്ചത്തെ ലേലവിലയാണ് അവരാ പറഞ്ഞത്. ആ കഴിഞ്ഞ ആഴ്ചത്തെ ലേലവിലയിൽ ചിലപ്പോൾ കുറവുണ്ടാവും, പക്ഷെ ഈ ആഴ്ചത്തെ ലേലവിലയിൽ 205 അവർ പറയും. എന്നിട്ട് പറയും കുഴപ്പമില്ല, കഴിഞ്ഞ ആഴ്ചത്തെ ലേലവിലയ്ക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം, 202 രൂപ വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. 3 രൂപ അപ്പൊ നിങ്ങൾ തേയില വാങ്ങിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു കിട്ടുകയാണ്. അപ്പൊ ഈ കുറഞ്ഞു കിട്ടുന്നതൊക്കെ നിങ്ങളുടെ ലാഭമാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം കുറച്ച് കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ പയറ്റുക, അങ്ങനെ കുറച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ലേലക്കാരോട് കുറച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കുക. 5-10 കിലോ എടുക്കാനായിട്ട് നിങ്ങൾ വീട്ടമ്മമാരൊക്കെ 5 കിലോ 10 കിലോ ഒക്കെ എടുത്തിട്ട് ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്ന വീട്ടമ്മമാരും സഹോദരന്മാരും മനസ്സിലാക്കേണ്ടത്, ഒരു ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് അവരോട് നമ്മൾ ചെന്ന് അവർ പറയുന്ന വിലയ്ക്ക് തേയില എടുത്തിട്ട് നമ്മൾ വിൽപ്പനയ്ക്ക് തുടങ്ങാനായിട്ട് ആരംഭിക്കാനായിട്ട് നിൽക്കരുത്. അവരുടെ അടുത്ത് പറയുക എനിക്കിത് വിൽപ്പനയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇത് കല്യാണ ചീട്ടോ അല്ലെങ്കിൽ മാമോദീസയോ കുർബാന സ്വീകരണമോ ഒന്നും അല്ല. എനിക്ക് ഇതൊരു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേയില എടുത്തുകൊണ്ട് പോകുന്നത്. നിങ്ങളൊരു 5 കിലോ ആയാലും 10 കിലോ ആയാലും നിങ്ങൾ അവരോട് പറയാം മാക്സിമം എനിക്ക് വില കുറച്ച് കിട്ടുമെങ്കിൽ മാത്രമേ ഞാൻ ഈ തേയില എടുക്കുന്നതിനകത്ത് നിന്ന് എനിക്ക് അർത്ഥമുള്ളൂ എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഹോൾസെയിൽ കടക്കാരൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാക്സിമം വില കുറച്ച് തരാനായിട്ട് നോക്കും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ നിലനിർത്തുക എന്നുള്ളത് ആ ഒരു കടക്കാരന്റെ, ആ ഒരു ഹോൾസെയിൽ കടക്കാരന്റെ ഒരു ലക്ഷ്യമാണ്. കാരണം അവരുടെ അത്യാവശ്യമാണ്. കാരണം നാളെയും നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ തേയില വാങ്ങിക്കണം, അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അവിടെ ചെന്ന് തേയില വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഡീലറിന്റെ അടുത്ത് നിന്ന് ചെന്ന് മേടിക്കുന്നത് പോലെ തന്നെ ഒരു ഹോൾസെയിൽ കടയിൽ ചെന്ന് മേടിച്ചാലും നിങ്ങൾ അവിടെ വില കുറച്ച് ചോദിച്ച് അത് വാങ്ങിക്കാനായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ വീട്ടന്മാരൊക്കെ ചെല്ലുമ്പോൾ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രേഡ് കാര്യങ്ങൾ SRD ഗ്രേഡ്, അപ്പൊ നമുക്ക് കൂടുതൽ നമ്മള് ഹോട്ടൽ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂടുതലും നമ്മുടെ ആ ഒരു ടാർഗറ്റ് കൂടുതലും വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾക്ക് 1 കിലോ 2 കിലോ ഒക്കെ ആയിട്ട് പാക്കറ്റുകളായിട്ടൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് SRD ഗ്രേഡ് ആയിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക. ഇനി അതല്ല, നിങ്ങൾക്ക് ചായക്കടകൾ, ഹോട്ടലുകൾ, ബേക്കറികളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടും RD ഗ്രേഡ് എടുക്കാനായിട്ട് നോക്കുക. അപ്പൊ പലതരം വ്യത്യസ്ത രീതിയിൽ ഹോട്ടൽ ബ്ലെൻഡ് എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള ഞാൻ കഴിഞ്ഞ 2 വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ RDയും ഇടുക, ഒരു FDയും കൂടിയിട്ട് നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ എപ്പോ ഹോട്ടൽ ബ്ലെൻഡ് തയ്യാറാക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം മികച്ച ക്വാളിറ്റികൾ, ഇപ്പൊ മയൂര, സൂര്യലി, AVT, കണ്ണൻ, ടാറ്റ, ഇതുപോലെ ഏതെങ്കിലും മികച്ച ക്വാളിറ്റിയുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഈ ഒരു ഹോട്ടൽ ബ്ലെൻഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. മറ്റേ FD പോലുള്ള ഗ്രേഡ് FD ചേർക്കുവാണെങ്കിൽ നിങ്ങൾ SFD എന്ന് പറഞ്ഞ പൊടി തേയില ചേർക്കേണ്ട കാര്യമില്ല. കാരണം FD എന്ന് പറഞ്ഞാൽ ഓൾറെഡി പൊടിയായിട്ടുള്ള തേയിലയാണ്. അതിന്റെ കൂടെ നമുക്ക് ഇനി ഒരു SFD പൊടിയായിട്ടുള്ള തേയിലയുടെ ആവശ്യം വരുന്നില്ല. അതേസമയം RDയുടെ കൂടെ നമുക്ക് PD ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം രണ്ടും തരിയായിട്ടുള്ള തേയിലയാണ്. എന്നിരുന്നാൽ ഈ RDയും PDയും നമ്മൾ ചേർക്കുന്നതിനാൽ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അതുപോലെ ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രം നിങ്ങൾ മനസ്സിൽ അറിഞ്ഞു വെക്കുക. നിങ്ങൾക്ക് 100% വിജയിക്കാനായിട്ട് സാധിക്കും, നല്ല രീതിയിൽ വരുമാനം നേടാനായിട്ടും സാധിക്കുമെന്നുള്ളത്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തേയില കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, 200 നിങ്ങൾ പറയേണ്ടതാണെങ്കിൽ നിങ്ങൾ 200 ഒരു കാരണവശാലും പറയരുത്, 210 തന്നെ അവരോട് പറയുക എന്നുള്ളത്. അപ്പോൾ ഈ 210-ൽ 200 വരെയും പലവരും നിങ്ങളോട് കുറയ്ക്കും. 208 ലാസ്റ്റ് പറയും, 206 ലാസ്റ്റ് പറയുന്നവരുണ്ടാവും, ഒരു പക്ഷേ 205 പറയുന്നവരുണ്ടാവും. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ട 200 ആണെങ്കിൽ റൗണ്ട് ചെയ്ത് 200-നാണെങ്കിൽ വെച്ചാൽ മതി എന്ന് പറയും. അപ്പോഴും നിങ്ങൾക്ക് നഷ്ടമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 200 നിങ്ങളുടെ ടാർഗറ്റ്, ആ ഒരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ബാക്കി അതിന് മുകളിലേക്ക് നിങ്ങൾ എവിടെ ലക്ഷ്യം വെച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾ 208, 207 ഒക്കെ വെച്ചിട്ട് ആ അഡീഷണൽ ആയിട്ട് 7ഉം 6ഉം ഒക്കെ വെച്ച് കിട്ടുന്നത് നിങ്ങളുടെ വട്ടച്ചെലവ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്നുള്ളത്. അപ്പോൾ ഹോൾസെയിൽ തേയില ബിസിനസ് തുടങ്ങാത്ത ആരെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ കമന്റുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.